ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ കൂടാര പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ച, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 4 ക്രിസ്തു സംഭവങ്ങൾ, 2 ഉപമകൾ, 11ഓളം ചോദ്യങ്ങൾ, 6 പഴയ നിയമ ഉദ്ധരണികൾ എന്നിവ കൊണ്ട് ശ്രദ്ധേയമാണ്. ക്രിസ്തുവിൻ്റെ യെരൂശലേമിലേക്കുള്ള രാജകീയ എഴുന്നള്ളത്തിന്റെ വിവരണത്തോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് 2 ഉപമകൾ കൊണ്ടാണ്. 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ 2 മക്കളുടെ ഉപമയും 33 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടനായ ദാസന്റെയും ഉപമ വിവരിക്കുന്നു. 2 ഉപമകളും മുന്തിരിത്തോട്ടവും അതിലെ വേലയുമാണ് പ്രധാനമായി വിവരിക്കുന്നത്. 28 വാക്യം നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന ക്രിസ്തുവിൻ്റെ ചോദ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. ഇത് ഈ അധ്യായത്തിലെ 8ാമത്തെ ചോദ്യമാണ്. ചോദ്യത്തിന് ശേഷം ക്രിസ്തു 2 മക്കളുടെ ഉപമ പറഞ്ഞു. ഈ ഉപമയിലെ പിതാവിൻ്റെയോ മക്കളുടെയോ പേരുകൾ സുവിശേഷകൻ നൽകുന്നില്ല. ഉപമയുടെ പ്രധാന ആശയം അനുതാപത്തോടെയുള്ള അനുസരണമാണ്. ഉപമയിലെ പിതാവ് തൻ്റെ 2 മക്കളോടും ആവശ്യപ്പെടുന്നത് ഒരു കാര്യമാണ്: ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യണം. ഗോ ആൻഡ് വാക്ക് ഇൻ ദ വെനിയാർഡ് ടുഡേ. ഇന്ന്, ടുഡേ, ദിസ് ഡേ എന്ന പ്രയോഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 8 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. കർത്തൃപ്രാർത്ഥനയിൽ വിശുദ്ധ ലൂക്കോസ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണം എന്ന് രേഖപ്പെടുത്തിയപ്പോൾ 11 അധ്യായം 3 വാക്യം, വിശുദ്ധ മത്തായി ശ്ലീഹ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ ആകാശം ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകും എന്നും നിങ്ങൾ പറയുന്നു എന്ന് 16 അധ്യായം 3 പറയുന്നതും, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചുവെന്ന് 27 അധ്യായം 19 പറയുന്നതും ഇതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇന്ന് പോയി വേല ചെയ്യണം എന്നാണ് പിതാവിൻ്റെ ആവശ്യം. അടിയന്തര ആവശ്യം, തിടുക്കം, പെട്ടെന്നുള്ള ആവശ്യം എന്നാണ് ഇന്ന് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വേലയുടെ അടിയന്തര ആവശ്യം, അർജൻസി ഫോർ മിഷനാണ് ക്രിസ്തു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ അടിയന്തര ആവശ്യത്തെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ മക്കളെയാണ് ഈ വേദഭാഗം അവതരിപ്പിക്കുന്നത്. ഒന്നാമൻ എനിക്ക് മനസ്സില്ല എന്ന് മറുപടി കൊടുത്തു. രണ്ടാമൻ ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു, എങ്കിലും പോയില്ല. പിതാവിൻ്റെ മനസ്സിനെ ഉൾക്കൊള്ളുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒന്നാമത്തെ പുത്രൻ മറ്റതിനേക്കാൾ വ്യത്യസ്തനാകുന്നത് അവൻ്റെ അവസാനത്തിലുള്ള പശ്ചാത്താപത്തിലാണ്. അവൻ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം മുന്തിരിത്തോട്ടത്തിലെ വേലയ്ക്കായി പോയി. പ്രവൃത്തി വാക്കിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്ന സന്ദേശമാണ് ഈ മകനിലൂടെ ലഭിക്കുന്നത്. ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. അനുസരണത്തിലേക്ക് അവനെ നയിച്ചത് അനുതാപമാണ്. ഭൂതകാലത്തെ അനുസരണക്കേടിനേക്കാൾ വർത്തമാനകാലത്തെ
അനുതാപത്തെയാണ് ക്രിസ്തു വിലമതിക്കുന്നത്. ഇവിടെ രണ്ട് മക്കളും പിതാവിനോട് അനുസരണക്കേട് കാണിക്കുന്നു. ഒന്നാമൻ എനിക്ക് മനസ്സില്ല എന്ന് മറുപടി കൊണ്ടും, രണ്ടാമൻ പിതാവിന്റെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞും അനുസരണക്കേട് കാട്ടി. ഒന്നാമൻ വാക്കുകൊണ്ട് അനുസരണക്കേട് കാട്ടിയെങ്കിൽ പ്രവൃത്തിയിലൂടെ അനുസരണമുള്ളവനായി മാറി. രണ്ടാമൻ വാക്കുകൊണ്ട് അനുസരണമുള്ളവനായിരുന്നു എങ്കിലും പ്രവൃത്തിയിൽ അനുസരണക്കേട് കാട്ടി. അതുകൊണ്ട് ആരാകുന്നു പിതാവിന്റെ ഇഷ്ടം ചെയ്തത് എന്ന ക്രിസ്തുവിന്റെ ചോദ്യത്തിന് അവർ ഒന്നാമനെന്ന് മറുപടി പറഞ്ഞു. പശ്ചാത്താപം എന്ന ഘടകമാണ് അവനെ അത്തരത്തിൽ പിതാവിന്റെ ഇഷ്ടനാക്കി മാറ്റിയത്. ഈ ഉപമയിലെ രണ്ടു മക്കൾ ആരൊക്കെയെന്ന് 32-ാമത്തെ വാക്യം സൂചിപ്പിക്കുന്നു. ഒന്നാമത്തെ മകൻ നീതിപ്രസംഗകനായ യോഹന്നാൻ സ്നാപകന്റെ ഉപദേശത്തെ സ്വീകരിച്ച് അനുതാപത്തിലേക്ക് വന്ന സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. യോഹന്നാന്റെ പ്രസംഗം മാനസാന്തരപ്പെടുകയും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്നതായിരുന്നു. അനേകർ അവന്റെ അടുക്കൽ വന്നു തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ഈ അനുദപിച്ച സമൂഹത്തെയാണ് ക്രിസ്തു ഒന്നാമത്തെ പുത്രനിലൂടെ അവതരിപ്പിച്ചത്. രണ്ടാമത്തെ മകൻ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അടങ്ങുന്ന സംഘമാണ്. അവരോടാണ് ക്രിസ്തു നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദ്യം ചോദിക്കുന്നതും ഈ ഉപമ പറയുന്നതും. അവർ പ്രമാണങ്ങളെ ഉപദേശിക്കുന്നവരാണ്, എന്നാൽ അവർ ഫലമില്ലാത്ത അത്തിവൃക്ഷങ്ങളാണ്. അവരുടെ പ്രവൃത്തികൾ കൊണ്ട് അവർ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. ക്രിസ്തുവിന്റെ അധികാരത്തെ അവർ ചോദ്യം ചെയ്തു. അവരുടെ അഹങ്കാര മനസ്സ് അനുതാപത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് തടസ്സമായി നിന്നു. ദൈവത്താൽ സ്വീകരിക്കപ്പെടുന്നത് അനുതാപത്തോടുകൂടിയ അനുസരണമാണ് എന്ന് ക്രിസ്തു ഈ ഉപമയിലൂടെ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. വചനം കേൾവിയുടെ തലത്തിൽ നിന്ന് അനുതാപത്തിന്റെയും അനുസരണത്തിന്റെയും തലത്തിലേക്ക് വളരണമെന്ന ഓർമ്മപ്പെടുത്തൽ ഈ ഉപമ നൽകുന്നു. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീനെന്ന് യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തിലൂടെ പറയുന്നു. 1-ാം അധ്യായം 22-ാം വാക്യം. വചന കേൾവി ജീവിതങ്ങളിലെ രൂപാന്തരത്തിന് കാരണമാകുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കേൾക്കുന്ന വചനങ്ങളെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അനുതാപത്തിലേക്ക് നയിക്കപ്പെടുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.